നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് വർഷത്തിലധികം പിന്നിടുമ്പോഴും ഇപ്പോഴും അത് സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ വർഷം ജൂണോടുകൂടി ഇതിൻ്റെ പൂർണ്ണമായ അന്വേഷണ സംഘം സമർപ്പിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്താണ് ഈ വിമാനാപകടത്തിൻ്റെ കാരണം എന്നുള്ളത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്നത്. ഡ്രീംലൈനർ 787 എന്ന് പറയുന്ന ബോയിങ്ങിൻ്റെ ഏറ്റവും പുതിയ ഇനത്തിൽപ്പെട്ട ഈ ഒരു വിമാനത്തിന് നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതേസമയം ആദ്യഘട്ടം മുതൽ തന്നെ ഈ അപകടത്തിന് തൊട്ട് പിന്നാലെ വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ മേൽ കുറ്റം കെട്ടിവയ്ക്കാനാണ് പലരും ശ്രമിക്കുന്നത് എന്നായിരുന്നു പൈലറ്റുമാരുടെ സംഘടന ആരോപിച്ചിരുന്നത്. ഈ സുമിത് അഗർവാൾ എന്ന വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റ് മനഃപൂർവ്വം വരുത്തിവെച്ച അപകടമാണ് ഇത് എന്നായിരുന്നു അന്ന് പല റിപ്പോർട്ടുകളിലും സൂചിപ്പിച്ചിരുന്നത്. ഇതിനെതിരെ പൈലറ്റുമാരുടെ സംഘടന കോടതിയെ വരെ സമീപിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത ഈ വിമാനാപകടത്തിൻ്റെ ഉത്തരവാദി സുമിത് സബർവാൾ തന്നെയായിരുന്നു എന്നാണ്. അദ്ദേഹം മനഃപൂർവ്വമായി ഇന്ധന സ്വിച്ച് വാൽവുകൾ ഓഫ് ചെയ്തിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ബ്ലൂംബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ആധികാരികമായ രേഖകളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സുമിത് അഗർവാളിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഈ വാർത്തയിൽ പരാമർശിക്കപ്പെടുന്നതുമില്ല. അതിനിടെ സുമിത് സബർവാളിൻ്റെ പിതാവ് 92 വയസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തൻ്റെ മകൻ 16,000 മണിക്കൂറിലധികം പറന്ന് അത്രയും പരിചയമുള്ള ഒരു പൈലറ്റാണ്. അദ്ദേഹത്തിന് കുടുംബപരമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വിരമിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്, തൻ്റെ മകനെ നഷ്ടമായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേക്കുറിച്ച് വളരെ സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്നാണ് സബർവാളിൻ്റെ പിതാവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടെ വിമാനത്തിൻ്റെ കോക്പിറ്റ് റെക്കോർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷം പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് അയച്ചത്. ഇത് അയച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഘം വിദഗ്ധ ഉദ്യോഗസ്ഥന്മാരും അമേരിക്കയിലേക്ക് പോയിരുന്നു. കോക്പിറ്റിനുള്ളിലെ ശബ്ദങ്ങൾ, അതായത് സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങൾ സാധാരണ ഈ കോക്പിറ്റ് റെക്കോർഡർ പിടിച്ചെടുക്കാറുള്ളതാണ്. എന്നാൽ എഞ്ചിൻ്റെ വലിയ ശബ്ദം കാരണം ഇതൊന്നും തന്നെ അതിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ വിമാനത്തിൻ്റെ ഇന്ധന വാൽവിൻ്റെ സ്വിച്ച് എപ്പോഴാണ് ഓഫ് ചെയ്തത് എന്നുള്ള അറിയാൻ യാതൊരു സംവിധാനവും ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായ തൊട്ട് പിന്നാലെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളടക്കമുള്ളവരെല്ലാവരും തന്നെ പൈലറ്റിൻ്റെ മേൽ കുറ്റം കെട്ടിവയ്ക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്നുള്ള ആരോപണം ശക്തമായിരുന്നു. അതേസമയം ബോയിങ് ഡ്രീംലൈനർ വിമാനത്തെക്കുറിച്ച് വ്യാപകമായ പരാതികൾ കുറേ നാളുകളായി ഉയരുന്നുണ്ടായിരുന്നു. ഈ വിമാനാപകടത്തിന് തൊട്ട് പിന്നാലെ തന്നെ പല രാജ്യങ്ങളിലെയും ഡ്രീംലൈനറുകൾ അടിയന്തരമായി നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ കൂടി ഫലമായിട്ടാണോ വിമാന അപകടം ഉണ്ടായത് എന്ന് ഇനിയും വ്യക്തമല്ല. 260 പേരുടെ ജീവനാണ് അന്ന് ഈ അപകടത്തിൽ നഷ്ടമായത്. ഒരാൾ മാത്രമാണ് അന്ന് ഈ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇതിൻ്റെ അന്വേഷണം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും കൃത്യമായ ധാരണ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ വാർത്ത പുറത്തുവിട്ട ബ്ലൂംബർഗ് പോലും എങ്ങനെയാണ് തങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയതെന്നോ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ചോ ഒരു കാര്യങ്ങളും വ്യക്തമാക്കുന്നതുമില്ല. കൂടാതെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് എന്ന് നേരത്തെ പൈലറ്റുമാരുടെ സംഘടനയും ക്യാപ്റ്റൻ സബർവാളിൻ്റെ കുടുംബമൊക്കെ തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ബ്ലൂംബർഗിൽ വന്ന ഈ വാർത്തയുടെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ പൈലറ്റ് തന്നെയാണോ വിമാനാപകടത്തിന് ഉത്തരവാദി എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ചില തെളിവുകൾ അവരുടെ കൈവശം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് പുറത്തോട്ടാൽ മാത്രമേ ഇത് സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായി വിശദീകരണമാവുകയുള്ളൂ. എങ്കിൽ പോലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ജൂൺ മാസത്തിനകം തന്നെ പുറത്തുവിടും എന്നാണ് കരുതപ്പെടുന്നത്. കാരണം അമേരിക്കയിലേക്ക് പോയ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നിന്ന് ശേഖരിച്ചിരിക്കാനാണ് സാധ്യത. അത് ആദ്യം പുറത്തുവിടാതെ റിപ്പോർട്ടാക്കി സർക്കാരിന് സമർപ്പിക്കാനായിരിക്കും അവർ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഈ വിമാനാപകടത്തിന് പിന്നിലെ കാരണം എന്താണ് എന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.